ഞാനത് പല രീതിയിൽ സംസാരിച്ചു എന്നുള്ളത് പലരായിട്ടും. അത് പല വട്ടം പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും കൂടുതൽ സംരക്ഷണങ്ങൾ കൊടുക്കുക എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് ഒരു എപ്പോഴും അതാ ഞാൻ പറയാം, എപ്പോഴും ഇത് തന്നെയാണ്. ഈ ഹൂ കെയേഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. സ്ത്രീകളുടെ പ്രശ്നങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് കാണുന്നുണ്ട് റിനി. യെസ്, ഐ ഡോണ്ട് കെയർ ആണ് എല്ലാ സമയത്തും നമ്മൾ കാണുന്നത് റിനി. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതപ്പെടുത്തിയത് അത് അവരുടെ മിടുക്ക് എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ വരെ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് റിനി. ആരാണ് അതെന്നുള്ളൊരു സൂചന നൽകിയിട്ടില്ലെങ്കിൽ പോലും അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. റിനിക്കും അതേ ഒരു അത്ഭുതം തന്നെയാണ് ഉണ്ടായത് ആ ഒരു മറുപടി കേട്ടപ്പോൾ? എനിക്ക് വിഷമം ഉണ്ടായി. ഒരു പക്ഷെ ഞാനിങ്ങനെ പറയാനുള്ളൊരു റീസൺ പോലും അതാണ്. കാരണം നമ്മളൊരു വിഷമത്തോടു കൂടി സംസാരിച്ച സമയത്ത് തീർച്ചയായിട്ടും അതൊക്കെ അവൻ്റെ മിടുക്കായി കാണേണ്ടി വരും എന്നുള്ളൊരു സംസാരം ഉണ്ടായപ്പോൾ അതിനുശേഷമാണ് ഈ ഇൻ്റർവ്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ എന്നെ വല്ലാതെ അതൊക്കെയാണ് അങ്ങനെ വന്നത്. തീർച്ചയായിട്ടും ഹണി, എനിക്ക് തോന്നുന്നു ഹണിക്ക് എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ ഇത്തരം ആളുകളെ കൂടെ നമ്മൾ എക്സ്പോസ് ചെയ്ത് കാണിക്കണം. ക്ഷമിക്കണം റിനി. മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് ചോദിക്കാൻ വന്നത്, ഹണി ഭാസ്കർ എന്നൊരു എഴുത്തുകാരി, അവർ ദുബൈയിലൊക്കെയുള്ള എഴുത്തുകാരിയാണ്. അവർ ഒരു MLA-ക്കെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് വന്നത് റിനിയുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. അത് അവർക്ക് നേരിട്ടുണ്ടായൊരു ദുരനുഭവമല്ല, അവരെക്കുറിച്ച് മറ്റ് പലരോടും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നൊക്കെ രാവിലെ അവർ ഇന്നലെയൊക്കെ അഭിമുഖങ്ങളൊക്കെ നൽകിയിരുന്നു മാധ്യമങ്ങൾക്ക്. അത് റിനി കണ്ടിരുന്നോ? ഞാൻ അറിഞ്ഞിരുന്നു. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങനെ ബൈറ്റൊന്നും കണ്ടിട്ടില്ല. റിനിയൊപ്പം തന്നെ പറയുകയുണ്ട, ഒരുപാട് ആളുകൾ ഇന്നലെയൊക്കെ മെസ്സേജ് അയച്ചിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾ, കോൺഗ്രസ് പ്രവർത്തകരായ ആളുകളൊക്കെ അവർക്കുണ്ടായ ദുരനുഭവം. അപ്പോൾ ഇതൊരു വലിയ പരാതിയാണ്, പലപ്പോഴും എവിടെയും എത്തിച്ചേരാതെ എന്നാൽ ഒരുപാട് ആളുകൾ ഈ സംഘടനയ്ക്കകത്തും പുറത്തുമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പരാതി ഇതിനകത്തുണ്ടെന്നാണോ റിനി പറയുന്നത്? അതെ, പെൺകുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഓരോരുത്തരുടെ അടുത്തും പറയുന്നുണ്ട്, നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് ആരും മുന്നോട്ടേക്ക് വരുന്നില്ല. അതൊരു ഭയമായിരിക്കാം. കാരണം നമ്മൾ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചല്ലല്ലോ, ഒരു ചെറിയ വ്യക്തിയെ കുറിച്ചിട്ടല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള ഭയമായിരിക്കും. അത് വലിയൊരു വ്യക്തി എന്ന് മാത്രമല്ല, അതിൻ്റെ പുറകിലും തന്നെ ഒരു വലിയൊരു സംവിധാനമുണ്ട്. ഇത് ഇത്രയും വലിയ സിസ്റ്റത്തോടൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുള്ള ഭയമായിരിക്കും. പിന്നെ പലർക്കും ചിലപ്പോൾ വീട്ടുകാരോട് പോലും പറയാനുള്ളൊരു ഓരോരുത്തരുടെ സാഹചര്യങ്ങളാണല്ലോ, അത് പറയാനുള്ളൊരു ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ അവർ തന്നെ നിരുത്സാഹപ്പെടുത്തിയേക്കാം, വേണ്ട എന്നുള്ള രീതിയിൽ. അതൊക്കെ ആയിരിക്കാം. പക്ഷെ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെ സംസാരിക്കുന്നു എന്നല്ലാതെ അത് പുറത്തേക്ക് പറയാൻ തയ്യാറാകുന്നില്ല ആരും എന്നുള്ളതൊരു വലിയൊരു വിഷമമുള്ളൊരു കാര്യമാണ്.